അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം, നാളെ വ്യാഴാഴ്ച ജൂൺ 26. ജൂൺ 26 എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം സ്ഥാപിക്കപ്പെട്ട ഒരു ദിവസമാണ് ജൂൺ 26. സമസ്ത എന്തിന് സ്ഥാപിക്കപ്പെട്ടു, സമസ്ത എന്തിന് നിലകൊള്ളൂ എന്ന് പ്രത്യേകിച്ച് നമ്മളാരെയും പറഞ്ഞറിയിക്കണമെന്ന് തോന്നുന്നില്ലെങ്കിലും നമുക്ക് സമസ്തയെ മധു പറഞ്ഞതിൻ്റെ പുണ്യം ലഭിക്കുവാനും വേണ്ടിക്കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് ആമുഖമായി പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം നിങ്ങളൊക്കെ ഉൾക്കൊണ്ടവരാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അതിനോട് സഹകരിക്കുന്നവരാണ്, അതിൻ്റെ ഗുണകാംക്ഷികളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആവണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ ഖലീഫമാരാണല്ലോ ഇസ്ലാമിക പ്രബോധനം നടത്തിയത്. അതിനുശേഷം ഖലീഫമാർക്ക് ശേഷം സ്വഹാബി വര്യന്മാർ, അവർക്ക് ശേഷം സ്വഹാബിമാരിൽ നിന്ന് ദീനു പഠിച്ച താബിഉകളാണ്. അതിനുശേഷം അവരിൽ നിന്ന് പഠിച്ചവർ, അങ്ങനെ കാലക്രമേണ ഓരോ കാലഘട്ടങ്ങളിലുമുള്ള പണ്ഡിതന്മാർ, അവരാണ് ദീന് പ്രചരിപ്പിച്ചത്, നമ്മളിലേക്ക് ദീൻ എത്തിച്ചു തന്നതും സ്വഹാബികൾ ആണ്, അല്ലെങ്കിൽ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചവരാണ്. രണ്ടായാലും ഏറ്റവും ഉത്തമ നൂറ്റാണ്ടുകാരെന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഖൈറുൽ ഖുറൂനി കർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്, പിന്നെ അടുത്തത്, ഇങ്ങനെ 300 കൊല്ലം ഏറ്റവും നല്ല നൂറ്റാണ്ടാണ് എന്ന് പുണ്യ റസൂലുള്ളാഹി പഠിപ്പിച്ച ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലേക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ സത്യസന്ദേശം എത്തിയിട്ടുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ മുസ്ലിങ്ങൾ ജീവിച്ചിട്ടുണ്ട്, പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ജുമുഅ നിസ്കരിച്ചിട്ടുണ്ട്, പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട്, അവർ ഇവിടുന്ന് ഹജ്ജിന് പോയിട്ടുണ്ട്, തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാം കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അവരിവിടെ വഫാത്തായി കിടക്കുന്നുമുണ്ട് പല സ്ഥലങ്ങളിലും. അള്ളാഹു ആ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, ആ സ്വഹാബത്ത് കൈമാറി തന്ന ആ ഒരു ഉത്തമമായ ഒരു ദീൻ 1400 വർഷങ്ങൾ ഒരു കളങ്കമില്ലാതെ, വള്ളിപുള്ളി മാറ്റാതെ, ഒരു തരത്തിലുള്ള വ്യതിയാനങ്ങളും ഇല്ലാതെ കൃത്യമായി നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ 1900 ക്രിസ്താബ്ദം 1920-കൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് വിരുദ്ധ വിപ്ലവങ്ങൾ വിവിധങ്ങളായ രൂപത്തിലും ഭാവത്തിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ചിട്ടുണ്ട്, ലഹളയുണ്ടാക്കിയിട്ടുണ്ട്, ബ്രിട്ടീഷുകാരിവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ മുൻഗാമികളായ ആളുകളാണ്. അവരിൽ മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത മതവിഭാഗങ്ങളും ഉണ്ട്. മുസ്ലിങ്ങളും ഗണ്യമായ പങ്ക് ആ വിഷയത്തിൽ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ ഒരു ചുളിവിൽ, ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രമായിരുന്നു വികല ആശയങ്ങൾ നമ്മളെ മുസ്ലിങ്ങളിലേക്ക് ഇട്ടുകൊണ്ട് അവരെ ഭിന്നിപ്പിക്കുക. അങ്ങനെ അവരിൽ നിന്ന് കുറച്ച് ആളുകൾ നമുക്ക് സപ്പോർട്ട് ആക്കുക, അങ്ങനെ ഇവിടെ ഭരണം നിലനിർത്തുക
ഇങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള രീതിയിലേക്ക് അവർ ആലോചിക്കുകയും അതിനവർ പല രൂപം അവർ ചിന്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ബിദ്അത്ത് വരുന്നത്. ബിദ്അത്ത് ഇവിടെ കടന്നു വരുന്നത് അങ്ങനെയാണ്. ഏതാ ബിദ്അത്ത്? റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തിനും പരിചയമില്ലാത്ത, ഉത്തമ നൂറ്റാണ്ടുകൾക്ക് പരിചയമില്ലാത്ത പല വിശ്വാസങ്ങളും പല ചിന്തകളും ഇവിടേക്ക് വരികയും അത് നമ്മുടെ സമൂഹത്തെ പള്ളികൾ കേന്ദ്രീകരിച്ച് ദീനു പഠിച്ചിരുന്ന വ്യവസ്ഥാപിതമായി ഇന്നത്തെ പോലെ സംഘടനാ സംവിധാനങ്ങളോ അതുപോലെ അങ്ങനത്തെ ഒരു രീതി നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അവർ പള്ളികളിൽ നിന്ന്, ഓത്തുപള്ളികളിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്നാണ് ദീനു പഠിച്ചിട്ടുള്ളത്. ഇത്രത്തോളം സുശക്തമായ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ അഭാവത്തിൽ അവർ ഈ തെറ്റായ ആശയം മുസ്ലിങ്ങളിലേക്ക് കടത്തിവിടുകയും ചിലരൊക്കെ അതിൻ്റെ വക്താക്കളായി മാറുകയും ചിലരൊക്കെ ആ പിഴച്ച വിശ്വാസത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്തപ്പോൾ ആളുകളിങ്ങനെ ദിനം പ്രതി ആ ഒരു തെറ്റായ ചിന്തയിലേക്ക് ഇങ്ങനെ കടന്നുകൂടിയപ്പോൾ ഏതാണ് ആ മാർഗം? മുസ്ലിങ്ങൾക്ക് പരിചയമില്ല, മുൻഗാമികൾക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല. അങ്ങനത്തെ ഒരു വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസ്വീറ. ഈ ഒരു കാര്യം അള്ളാഹിൻ്റെ റസൂലിനോടും അതുപോലെ മുൻഗാമികളായ ആളുകളോടും ഒരാൾ എതിര് നിന്നാൽ, സത്യം വ്യക്തമായതിനു ശേഷം എതിര് നിന്നാൽ അവർ പിഴച്ചവരാണ്, അവർ നരകത്തിൻ്റെ ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു മാർഗം പരിചയപ്പെടുത്തി അവരതിന് ആയത്തുകളെ അവർ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, ഹദീസുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെ ഈ സാധാരണക്കാരായ ആളുകളിലേക്ക് ഈ ഒരു തെറ്റായ സന്ദേശം വളരെ നിഗൂഢമായി എത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഉണർന്ന് ചിന്തിക്കുകയും നമുക്ക് ഇതിനെതിരെ ശബ്ദിക്കണം, അതിന് നമുക്കൊരു കൂട്ടായ്മ രൂപപ്പെടണം. അന്ന് വരെ ഒരു സംഘടനയെക്കുറിച്ച് ആലോചിക്കാത്ത വളരെ നിഷ്കളങ്കന്മാരായ, വളരെ നിസ്വാർത്ഥമതികളായ, വളരെ മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാർ അവരൊരുമിച്ച് കൂടി മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വർ അല്ലാഹു മർക്കദഹു, മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വർ അല്ലാഹു മർക്കദഹും വനഫഅനാ ബിഹിം ഫിദ്ദാറീൻ. ഇങ്ങനത്തെ പണ്ഡിതന്മാർ, അങ്ങനത്തെ വലിയ പണ്ഡിതന്മാരും അവർ കോഴിക്കോട്ട് ഒരുമിച്ച് കൂടുകയും അവരാണ് ഈ സമസ്തയെ രൂപീകരിച്ചത്, ഈ ഒരു പണ്ഡിത പ്രസ്ഥാനത്തെ രൂപീകരിച്ചത്. അതാണ് ഇന്ന് നിലകൊള്ളുന്നത്. അത് 1926 കാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുകയാണ്. സ്ഥാപക പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആരാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ? വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ സൂഫിയാണ്, വലിയ സൂക്ഷ്മശാലിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ കാലഘട്ടത്തിലുള്ള കുത്തുബാണ്. ആ കാലഘട്ടത്തിലുള്ള കുത്തുബ് ഔലിയ എന്ന് പറയുമ്പോൾ, വലിയ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയകൾ, ഔലിയാക്കൾ വ്യത്യസ്തമായ മേഖലകളിൽ ഔലിയാക്കളുണ്ട്. അവർ ഒരു പക്ഷേ അവരെ ചിലപ്പോൾ നമുക്ക് അറിയൂല അവർ ഔലിയാണെന്ന്. അവരതിൻ്റെ അടയാളങ്ങളും കാണിക്കുകയില്ല. അവർ സാധാരണക്കാരെ പോലെ ഇരിക്കും. അവർക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മരണം എപ്പോഴാണ് നമുക്കറിയില്ല. എന്നാൽ അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഈമാനുള്ള മരണം നൽകട്ടെ. അള്ളാഹു നമ്മളൊക്കെ മുഅ്മിനീങ്ങളായി മരിപ്പിക്കട്ടെ. സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ വെച്ചു കൂട്ടട്ടെ. എന്നാൽ അങ്ങനെ ചില കാര്യങ്ങൾ, അതുപോലെ ലൈലത്തുൽ ഖദ്ർ എന്താണ് എന്ന് ഒരു രാത്രി ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷെ എന്നാണെന്ന് നമുക്ക് അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല.
നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല. എന്തുകൊണ്ട്? അത് മനസ്സിലാക്കി തന്നാൽ അന്ന് മാത്രം ആളുകൾ അമല് ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും ആളുകൾ അമല് ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങണം, അത് പ്രതീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഓരോ സമയം, ജുമുഅ ദിവസം ഒരു സമയമുണ്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം. അതേതാണെന്ന് പറഞ്ഞിട്ടില്ല. അത് എന്തിനാണത്? എല്ലാ സമയത്തും അള്ളാഹുവിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ചില നന്മകളുണ്ട്, സ്വർഗ്ഗത്ത് കിട്ടുന്ന നന്മകൾ. ഏത് നന്മയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ധാരാളം നന്മകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം ആ മനുഷ്യന് കിട്ടുന്നു. അതുപോലെ ചില തെറ്റുകൾ ചെയ്താൽ നരകത്തിൻ്റെ നിർബന്ധമാവും. പക്ഷേ ആ തെറ്റേതാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. എന്ന പോലെ ഔലിയാക്കൾ എല്ലാവരെയും നമുക്ക് ഔലിയാണെന്ന് തിരിച്ചറിയൂല. അതുകൊണ്ട് എന്തു വേണം? എല്ലാ മുഅ്മിനീങ്ങളും അവരെയൊക്കെയും സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. അവരെയൊക്കെയും സ്നേഹിക്കണം. പരസ്പര സ്നേഹം മുഅ്മിനീങ്ങൾക്കുണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഔലിയാക്കൾ എല്ലാവരെയും അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുകയില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വലിയാണ്, കുത്തുബാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലോക സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് അവരൊരു സ്ഥലത്ത് ആളുകൾക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുക, വാളു പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, നമുക്ക് ദുആ ചെയ്യാം. ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. 40 ആൾ ഒരുമിച്ച് കൂടിയാൽ അതിൽ ഒരാൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായിരിക്കും എന്ന് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർ പറയുമ്പോൾ നവറല്ലാഹു മർക്കദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടു, ആരാണിത്? അപ്പോൾ ഒരാൾ ചോദിച്ചു, മഹാനായ തങ്ങൾ പാപ്പ, ആരാണ് ഈ 40-ൽ ഒരാൾ വലിയുണ്ട് എന്നങ്ങ് പറഞ്ഞുള്ളത് ആരാണ്? അപ്പോൾ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരാൾ, ദരിദ്രനായ ഒരാൾ, ആരും അദ്ദേഹത്തെ വലിയ ബഹുമാനത്തോടെ കണ്ടിരുന്നില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ചൂണ്ടി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യൻ ഇന്ന് സുബഹി നിസ്കരിച്ചത് ഹറമിലാണ്, ഇന്ന് ളുഹർ നിസ്കരിച്ചത് മദീനയിലാണ്, ഇന്ന് അസർ നിസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലാണ്. ഇങ്ങനത്തെ ഒരു മഹാനാണ് ഇദ്ദേഹം. അപ്പോൾ ആ മഹാൻ എണീറ്റെന്ന് പറഞ്ഞു, ഞാൻ സുബഹി പരിശുദ്ധ ഹറമിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് ഇപ്പോൾ നമുക്കങ്ങനെയൊക്കെ ചിലപ്പോൾ എത്താൻ പറ്റിയെന്നും വരാം, വിമാനമുള്ള കാലമാണ്. പക്ഷേ വിമാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത, മാസങ്ങളെടുത്ത് മക്കത്തേക്ക് പോകുന്ന, മാസങ്ങൾ കപ്പലുകളിൽ സഞ്ചരിച്ച് മക്കത്തെത്തുന്ന ആ കാലത്താണിത് പറയുന്നത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇന്ന് സുബഹിക്ക് മക്കത്തുണ്ടായിരുന്നു നിസ്കാരത്തിൽ. അത്ഭുതമാണ്. അത് മഹാനായതുകൊണ്ടാണ്, വലിയൻ്റെ ഒരു കറാമറ്റാണത് അത്. അപ്പം 40-ൽ ഒരാൾ, അങ്ങനത്തെ ഒരു മഹാനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ഈ സമസ്ത എന്ന് പറയുന്ന ഈ ഒരു പണ്ഡിത പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ആ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത രൂപീകരിക്കുന്നതിൻ്റെ തലേനാൾ ധാരാളം ദുആ ചെയ്തു, മണിക്കൂറുകളോളം ദുആ ചെയ്തു. കരഞ്ഞ് കണ്ണുനീർ നിലത്ത് വീഴുന്നത് വരെ ദുആയിരുന്നിട്ട് അവസാനത്തിൽ പറഞ്ഞു, അല്ലാഹുവേ, ഒരു സംഘടന ഇതുവരെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. നിൻ്റെ ദീൻ നിലനിർത്താൻ, നിൻ്റെ ദീനിന് ശക്തി പകരാൻ ഞങ്ങൾ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂട്ടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. നീ സഹായിക്കണം. ഈ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരെ മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ നീ അണിനിരത്തണം. അതുവരെ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തണം എന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ ദുആയിരുന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദുആ ഫലം ചെയ്യും. ആ ദുആ അല്ലാഹ് സ്വീകരിക്കും.
കാരണം അത്രക്കും വലിയ മഹാനാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ. ആ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ സ്ഥാപിച്ച സമസ്തയാണ്. അന്ന് 40 പണ്ഡിതന്മാർ, സമസ്ത എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളതാണ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആണിക്കല്ല്. അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് 40 പ്രധാനപ്പെട്ട പണ്ഡിതന്മാരാണ്. 40 മുഷാവറയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി. ആ 40 പണ്ഡിതന്മാർ, അതിൽ അവസാനം വഫാത്തായത് അടുത്ത കാലത്ത് മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്. നവ്വറല്ലാഹു മർക്കദഹു. കണ്ണിയത്ത് ഉസ്താദാണ് അവസാനം വഫാത്തായത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ രൂപീകരിച്ച സമസ്തയിൽ അംഗമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പാൻ്റെ ദുആക്ക് ആമീൻ പറയാൻ, ആ പുണ്യമായ മുഖം കാണാൻ, ആ പുണ്യമായ കൈകൾ സ്പർശിക്കാൻ ഭാഗ്യം ലഭിച്ച പണ്ഡിതനാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുമ്പോൾ സമസ്തയുടെ പ്രസിഡൻ്റാണ്. ആ കണ്ണിയത്ത് ഉസ്താദ് നയിച്ച പ്രസ്ഥാനമാണ്. ആ കണ്ണിയത്ത് ഉസ്താദിന് ശേഷം സമസ്തയെ നയിച്ച പണ്ഡിതൻ മഹാനായ കെ അസ്റത്ത് നവ്വറല്ലാഹു മർക്കദഹു എന്ന പണ്ഡിതനാണ്. ആ കെ അസ്റത്തിന് ശേഷം മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അസ്ഗരി, അതിനുശേഷം മഹാനായ റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു, അതിനുശേഷം മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, അതിനുശേഷം കുമരംപുത്തൂർ AP ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു, അതിനുശേഷം സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും. അല്ലാഹുവേ, ദീർഘായുസ്സുൽ ആഫിയത്ത് കൊടുക്കണേ, കരുത്തും കഴിവും കൊടുക്കണേ, ശക്തി കൊടുക്കണേ. ഇപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറി മഹാനായ ഷെയ്ഖുൽ ജാമിയ മഹാനായ ഷെയ്ഖ് ആലിക്കുട്ടി ഉസ്താദാണ്. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ശിഫയും സിക്കത്തും കൊടുക്കണേ റഹ്മാൻ. അതിനു മുമ്പ് മഹാനായ ചെറുശ്ശേരി ഉസ്താദാണ്. അതിനു മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു. ഈ മഹാന്മാരാണ് സമസ്തയെ നയിച്ചത്. കാരണം ഉലമാവിൻ്റെ കൂടെയാണ് കേരളീയ സമൂഹം സജീവമായി നിന്നത്. ഉലമാവട്ടെ പിഴക്കാത്ത മാർഗത്തിലൂടെ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹ്, നേരായ മാർഗം നിങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞ ആ നേരായ മാർഗമാണ് അവർ നമുക്ക് കാണിച്ചു തന്നത്. അള്ളാഹിൻ്റെ റസൂല് കാണിച്ചത് 1400 വർഷം മുമ്പ് സഹാബത്ത് എന്ത് കൊണ്ടുവന്നോ ഈ നാട്ടിലേക്ക്, അത് ഒരു വള്ളിപുള്ളി തെറ്റാതെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അവരെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സമസ്ത നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് പഠിപ്പിക്കുന്നത്. അതാണ് ഉലമാവിൻ്റെ ബാധ്യത. ആ വിഷയത്തിൽ ഉലമാ എൽക്കാലത്തും ഉലമാ ഉണ്ടായിരിക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബൂദാവൂദ്, തിർമിദി രേഖപ്പെടുത്തുന്ന അവിടെയൊക്കെ ഹദീസുകളിൽ വളരെ നല്ല ഒരു പരമ്പരയോടുകൂടെ രേഖപ്പെടുത്തുന്നൊരു ഹദീസാണ്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും ഹത്താ യഅതി അംറുല്ലാഹ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ നിന്നൊരു വിഭാഗം ഉണ്ടായി അവർ ആയിക്കൊണ്ടേയിരിക്കും. ളാഹിരീന അലൽ ഹഖ്, സത്യം വ്യക്തമാക്കിക്കൊണ്ടിരിക്കും. എന്തു പ്രതിസന്ധി വന്നാലും, ഏത് കൊടുങ്കാറ്റ് വന്നാലും, എന്തൊക്കെ ഭീഷണികൾ വന്നാലും സത്യം ഇതാണ്, യഥാർത്ഥ ദീൻ ഇതാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കൂട്ടർ ഇവിടെ ഉണ്ടായിരിക്കും. ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ നിസ്സാരപ്പെടുത്തുന്നതോ അവരെ ആക്രമിക്കുന്നതോ
അവരെ കുറ്റപ്പെടുത്തുന്നതോ അവർക്കൊരു പ്രശ്നമല്ല. അവരവരുടെ മരണം വരെയും അത് നിർവഹിച്ചു കൊണ്ടിരിക്കും. ഈ ഹദീസിൽ പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടം എൻ്റെ സമുദായത്തിൽ നിന്ന്, സമുദായത്തിൽ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല, എൻ്റെ സമുദായത്തിൽ ഒരു കൂട്ടം ത്വായിഫത്ത്, ഒരു വിഭാഗം. ഈ ത്വായിഫത്ത് ഏതാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഹുമുൽ ഉലമാഉ വൽ ഫുഖഹാ. അവർ പണ്ഡിതന്മാരാണ്, അവർ ഫുഖഹാക്കളാണ്. കാരണം പണ്ഡിതരിലൂടെയാണ് അള്ളാഹു നന്മ കൊടുക്കുന്നത്. മയ്യുരിദില്ലാഹു ബി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ. ആരെങ്കിലും കൊണ്ട് അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ പണ്ഡിതനാക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അവരെ പണ്ഡിതനാക്കുക എന്നുള്ളത് അവരുടെ നന്മയുടെ ഭാഗമാണ്, അവരുടെ ഭാഗ്യമാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ളാഹിരീൻ അലൽ ഹഖ്, സത്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ സത്യത്തിൽ ഉറച്ചു നിന്ന് യഥാർത്ഥ ദീനിൻ്റെ ആശയവും ആദർശവും അവർ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മൾ അതിൻ്റെ കൂടെ എന്നാൽ നമുക്കും നേർമാർഗം കിട്ടും. സമസ്ത ഇവിടെ ചെയ്യുന്നത്, പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനും അമലും സംരക്ഷിക്കാൻ, അതിനുവേണ്ടി എന്തും എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, സംഘടനാ പ്രവർത്തനം നൽകുന്നുണ്ട്, പല വിധത്തിലുള്ള കാര്യങ്ങൾ, നമുക്ക് വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെയും നമ്മുടെ ഉലമാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവെ അവരനുഗ്രഹിക്കണേ അള്ളാഹ്, അവരനുഗ്രഹിക്കണേ അള്ളാഹ്. സമസ്തയെ ശക്തിപ്പെടുത്തണേ അള്ളാഹ്, സമസ്തക്ക് ഇസ്സത്ത് നൽകണേ അള്ളാഹ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പതാകയുടെ കീഴിൽ, ഈ ഒരു സംഘശക്തിയുടെ കീഴിൽ, അതിൻ്റെ കൂടെ നിന്ന് നമുക്കൊക്കെ സന്മാർഗങ്ങളായി ജീവിച്ച് ഉത്തമീങ്ങളായി മരിക്കാൻ, അങ്ങനെ സ്വർഗത്തിൽ ഇടം നേടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു അവസരം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളുടെയൊക്കെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.